മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ആഹാരവും വസ്ത്രവും കഴിഞ്ഞാൽ പിന്നെ തലചായ്ക്കാൻ ഒരിടമാണ് ആവശ്യം, ഒരു ഷെൽട്ടർ. ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട്. ഈ വീട് നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ മാനസികമായൊരു സന്തോഷം കൂടി കിട്ടുമ്പോഴാണ് വീട് സ്വർഗമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക. ഭംഗിയായും വൃത്തിയായും ക്രമീകരിച്ചിരിക്കുന്ന ഒരു വീടിനുള്ളിലെ അന്തേവാസികൾക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മുടെ സറൗണ്ടിങ്സ്, ഔട്ടർ വേൾഡ്, അത് എത്ര ഹൈജീനിക് ആണോ പ്യൂരിഫൈഡ് ആണോ അതേ പ്യൂരിറ്റി ഇന്നർ വേൾഡിലും പ്രതിഫലിക്കും. ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും. എടുക്കുന്ന തീരുമാനങ്ങൾ അത് വൈബ്രന്റ് ആയിരിക്കും. നമസ്കാരം, വെൽക്കം ടു മായാസ് മൈൻഡ് ടോക്ക്. അടുത്ത സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് കോൻമാരി മെത്തേഡ് എന്നൊരു ഫ്രേസ് കണ്ടത്. അപ്പോൾ എന്താണ് ഈ കോൻമാരി മെത്തേഡ് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ജപ്പാനിലെ മാരിക്കോണ്ടോ എന്ന ഒരു മാഡം എഴുതിയ ദ ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് അപ്പ് എന്ന പുസ്തകത്തിൽ അവർ പ്രതിപാദിച്ചിരിക്കുന്ന വീട് വൃത്തിയാക്കൽ രീതിയെയാണ് കോൻമാരി മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം ഏതാണ്ട് 44 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 8.5 മില്യൺ കോപ്പീസാണ് വിറ്റുപോയിട്ടുള്ളത്. തീർച്ചയായും ആ ബുക്കിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി എന്താണ് ഇതിൻ്റെ ഒരു സവിശേഷത? ഇതിൽ പ്രധാനമായും 2 ഘട്ടങ്ങളാണ്. ഒന്ന് ഡിസ്കാർഡിങ്, ദെൻ ഓർഗനൈസിങ്. ഡിസ്കാർഡിങ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക. ഓർഗനൈസിങ് ആവശ്യമുള്ളവ നന്നായി ഓർഗനൈസ് ചെയ്ത് ക്രമീകരിച്ച് വെക്കുക എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോൻമാരി മെത്തേഡ് പ്രകാരം ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ആദ്യം മാനസികമായ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യക്തത വരുത്തുക. അതായത് ദ ലൈഫ് ചേഞ്ചിങ് മാജിക് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ പോസിറ്റീവായി എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ ഉതകുന്ന കാര്യം ചെയ്യുമ്പോഴും മാനസികമായ ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കുക. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അത് എങ്ങനെയാണ് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക. അപ്പോൾ ഒന്ന് ദൃഢപ്പെടുത്തുക. ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ഒരു ഇൻ്റർഫിയറൻസോ ഒരു ബ്രേക്കോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം, ഇനി എന്ത് തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തത വരുത്തുക. അതനുസരിച്ചാണ് നമ്മൾ വീട് വൃത്തിയാക്കേണ്ടത്. ദെൻ ഒരിക്കലും ഇതൊരു ലൊക്കേഷൻ വൈസ് ക്ലീനിങ് അല്ല, ഐറ്റം വൈസ് ക്ലീനിങ് ആണ്. അതായത് ഈസി ആയിട്ട് വൃത്തിയാക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ആദ്യം ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് വൃത്തിയാക്കി തുടങ്ങുക. അതായത് ക്ലോത്ത്സിനാണ് മാരിക്കോണ്ടോ ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ക്ലോത്ത്സ്, ദെൻ ബുക്സ്, പേപ്പേഴ്സ്, മിസലേനിയസ് ഐറ്റംസ്, സെന്റിമെന്റൽ ഐറ്റംസ്, അങ്ങനെ പോകുന്നു അതിൻ്റെ ലിസ്റ്റ്. ഒരു പ്രാവശ്യം ആത്മാർത്ഥമായി കോൻമാരി മെത്തേഡ് പ്രകാരം നാം വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ മിനിമലിസം ഒരു ശീലമാകും. അനാവശ്യമായി പുറത്തു പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലം ഒഴിവാകും. എന്ത് വാങ്ങുമ്പോഴും ഒരു റീതിങ്കിങ് ഉണ്ടാകും. കാരണം ഇത് ഞാൻ കൊടുക്കുന്ന പ്രൈസിന് തക്ക ഒരു മൂല്യമുള്ളതാണോ, ഇത് വീട്ടിൽ എവിടെയാണ് ഇതിൻ്റെ ഒരു സ്ഥാനം എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ അത് ദുർവ്യയം ഒഴിവാക്കാൻ ഇത് വളരെ സഹായകരമാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ്, വൃത്തിയാക്കലിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. വീടിനുള്ളിൽ എന്തുമാത്രം ക്ലട്ടേഡാണ്, എന്തുമാത്രം സാധനങ്ങൾ അനാവശ്യമായി വാരി കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും വീട് ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു ടൈം വരുന്നത്. അതായത് അനാവശ്യമായി കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ടൈം എടുക്കും. 2 മണിക്കൂറും 2 ആഴ്ചയോ അല്ലെങ്കിൽ 2 മാസമോ കൊണ്ടായിരിക്കാം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റഡ് ആകുന്നത്. ടോപ്പ് പ്രയോറിറ്റി ക്ലോത്ത്സിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്ലോത്ത്സിൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വാർഡ്രോബിലുള്ള എല്ലാ ഡ്രസ്സുകളും താഴെ പേപ്പർ നിരത്തി അതിൽ വെക്കുക. എന്നിട്ട് വോൺ ഔട്ട് ആയതോ ഫെയ്ഡ് ആയതോ ടൈറ്റ് ആയതോ ആയ ഒക്കെ വസ്ത്രങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം. ഇനി ചില വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ ഒരു ഡിലമ്മ തോന്നിയേക്കാം, ഒരു സംശയം, കൺഫ്യൂഷൻ, ഇത് ഉപേക്ഷിക്കണോ വേണ്ടയോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ടോ പറയുന്നത് 2 കൈകൾ ആ ഒരു ഡ്രസ് ഐറ്റം എടുക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഇത് എന്നാണ് എൻ്റെ കയ്യിൽ വന്നത്, എങ്ങനെയാണ് വന്നത്, ഇത് എത്രമാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി ഇത് സൂക്ഷിച്ചാൽ എനിക്കതിന് സന്തോഷം കിട്ടുമോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി എത്ര നാൾ മുന്നെയാണ് ഞാനിത് ലാസ്റ്റ് ഉപയോഗിച്ചത്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമ്മളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ നമുക്കത് വീണ്ടും കീപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം. ഇനി ചില വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമാണെങ്കിൽ നമുക്കത് ഡൊണേറ്റ് ചെയ്യുകയോ സെല് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൻമാരി മെത്തേഡ് പ്രകാരം കോൻമാരി മെത്തേഡ് ഓഫ് ഫോൾഡിങ് ക്ലോത്ത്സ്, അതായത് വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനും ഇത് വാർഡ്രോബിൽ സൂക്ഷിക്കുന്നതിനും ഒക്കെ പ്രത്യേകം ഓരോ നിർദ്ദേശങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. അതായത് വെർട്ടിക്കലായിട്ട് തന്നെ അടുക്കി വെക്കുക, നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പം ഉള്ള രീതിയിൽ. അതുപോലെ
കട്ടി കൂടിയ വെയിറ്റ് കൂടിയ ഡ്രസ്സുകളെ ഇടതുവശത്തും വെയിറ്റ് കുറഞ്ഞവ വലതുവശത്തുമായിട്ട് അടുക്കി വയ്ക്കുക. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പല ഡ്രസ്സുകളും നമ്മൾ കോൻവാരി മെത്തേഡ് പ്രകാരമാണ് മടക്കി വയ്ക്കാറുള്ളത്. ദെൻ അടുത്തത് ബുക്സ് ആണ്. ബുക്സും അതുപോലെ നമുക്ക് നെക്സ്റ്റ് ജനറേഷന് ഉപയോഗപ്രദമായതോ അതല്ല നമുക്ക് വീണ്ടും വീണ്ടും റെഫറൻസിന് വേണ്ടതോ വീണ്ടും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നതോ ഒക്കെ ആയ കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ബാക്കിയുള്ളവ ഡൊണേറ്റ് ചെയ്യുക. സ്കൂളുകളിലേക്കോ ലൈബ്രറിയിലേക്കോ ഒക്കെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബുക്സിന്റെ കാര്യത്തിലും മോട്ടിവേഷണൽ ബുക്സ്, മറ്റ് സ്റ്റോറീസ്, മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, റെഫറൻസ് ഗ്രന്ഥങ്ങൾ അങ്ങനെ തരംതിരിച്ച് തന്നെ അടുക്കി വയ്ക്കാൻ ശ്രമിക്കുക, പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ. പിന്നെ പേപ്പേഴ്സ് ആണ് ദെൻ അടുത്തത്. അതായത് ക്ലോത്ത്സ്, ബുക്സ്, പേപ്പേഴ്സ്, മിസലേനിയസ് ഐറ്റംസ്, സെന്റിമെന്റൽ ഐറ്റംസ്, അങ്ങനെ പോകുന്നു അതിൻ്റെ ഒരു ലിസ്റ്റ്. മൂന്നാമത് വരുന്നത് പേപ്പേഴ്സ് ആണ്. നമ്മളുടെ അലമാരകളിലും മറ്റും ഫയലുകളിലും ഒക്കെ അനാവശ്യമായ ഉപയോഗശൂന്യമായ ഔട്ട് ഓഫ് ഡേറ്റ് ആയ ഒരുപാട് പേപ്പേഴ്സ് കാണും. അപ്പോൾ അങ്ങനെയുള്ള പേപ്പേഴ്സ് എല്ലാം നമുക്ക് നശിപ്പിച്ച് കളയുക, അല്ല ഉപേക്ഷിക്കുക. ദെൻ ആവശ്യമുള്ളവ നന്നായി ഫയലുകളിൽ പുതിയ പുതിയ ഫയലുകളിലാക്കി ക്രമീകരിച്ച് എളുപ്പം എടുക്കത്തക്ക രീതിയിൽ അടുക്കി വയ്ക്കുക. അടുത്ത് വരുന്ന മിസലേനിയസ് ഐറ്റംസ് ആണ്. അതിനകത്ത് ഈ വീട്ടിലുള്ള ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും ഈ മിസലേനിയസിനകത്ത് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളവ മാത്രം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് സന്തോഷം തരാത്തതും ഉപയോഗമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് കളയുക. ദെൻ സെന്റിമെന്റൽ ഐറ്റംസ് ആണ്. സെന്റിമെന്റൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളും കാണും. ചില ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതായിരിക്കാം. ചിലപ്പോൾ ഞാനൊക്കെ ഈ ചോക്ലേറ്റ് വരുന്ന പാത്രങ്ങൾ വരെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും അത് ഉപയോഗപ്രദമാണോ, അല്ലെങ്കിൽ അത് സന്തോഷം തരുന്നുണ്ടോ, എന്തെങ്കിലും ഇത് എടുത്ത് നോക്കുന്നുണ്ടോ, അപ്പോൾ അങ്ങനെ പ്രയോജനമായ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളവയെല്ലാം സെന്റിമെന്റ്സിന്റെ പേരിൽ സൂക്ഷിക്കാതെ ഉപേക്ഷിച്ച് കളയുക. അതായത് എൻ്റെ ഹസ്ബൻഡ് മക്കളൊക്കെ വിദേശത്ത് നിന്ന് അയച്ചിട്ടുള്ള പല ഗ്രീറ്റിംഗ് കാർഡുകളും, ഹസ്ബൻഡ് അയച്ചിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി കാർഡുകൾ, അതുപോലെ എൻ്റെ മകന് വിദേശത്ത് നിന്ന് അയച്ചിട്ടുള്ള മദേഴ്സ് ഡേ കാർഡുകൾ, അപ്പോൾ അതിൽ ഒന്നും ഞാൻ സൂക്ഷിച്ചു വയ്ക്കാറില്ല. എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന വാചകങ്ങൾ, അതായത് എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന, ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാർഡുകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അതൊക്കെ എളുപ്പം എടുക്കത്തക്ക രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അത് എപ്പോഴും എടുത്ത് നോക്കുമ്പോഴാണല്ലോ മനസ്സിനൊരു സന്തോഷം കിട്ടുക. നമ്മളത് ഏതെങ്കിലും ഒരു അലമാരയുടെ മൂലയിൽ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സൂക്ഷിച്ചു വയ്ക്കേണ്ടതില്ല. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം സൂക്ഷിച്ചു വയ്ക്കുക, ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് കളയുക, നശിപ്പിച്ച് കളയുക. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് മറ്റുള്ള ആൾക്കാരെ, നമ്മുടെ ഫാമിലിയിൽ മറ്റുള്ള മെമ്പേഴ്സിനെ കൂടി ഒന്ന് കൺവിൻസ് ചെയ്യിച്ചിട്ട് വേണം, അവരുടെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കളയുന്ന പല കാര്യങ്ങളും ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാകും. ഒരു കൗൺസിലിങ്ങിൻ്റെ ഓർമ്മ വരികയാണ്. ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ മദർ-ഇൻ-ലോയും കൂടിയാണ് വന്നത്. അപ്പോൾ അവർക്ക് രണ്ട് മാസത്തോളമായി വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, മാനസികമായി ഉടക്കാണ്. അപ്പോൾ മദർ-ഇൻ-ലോ പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഹിന്റ് കിട്ടിയത്. അതായത് ഒരു വേസ്റ്റ് തീയിട്ടപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമാണ് എന്ന്. അപ്പോൾ എന്താണ് അത് വേസ്റ്റ് തീയിട്ടപ്പോൾ തുടങ്ങിയ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഈ ഹസ്ബൻഡ്, അദ്ദേഹത്തിന് വീട്ടിലൊരു ഓഫീസ് റൂമുണ്ട്. അവിടെ നിറയെ ബുക്കുകളും ഫയലുകളും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് 2 ക്ലയൻസിനും അദ്ദേഹത്തിനും ഇരിക്കാനുള്ള ചെയേഴ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നിറയെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഭാര്യ അത് ക്ലീൻ ചെയ്യാനായിട്ട് കയറിയപ്പോൾ കുറേ ഇൻവിറ്റേഷൻ ലെറ്റർ, കല്യാണത്തിൻ്റെ മാരേജ് ലെറ്റേഴ്സ്, അപ്പോൾ അത് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതെല്ലാം അവരതെടുത്ത് മാറ്റിയിട്ട് തീയിട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വയലൻ്റായി, ഇവിടെ ഇരുന്ന ലെറ്റേഴ്സൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ അത് നിഷ്കളങ്കമായിട്ട് അവർ പറഞ്ഞത് ഞാൻ തീയിട്ട് കളഞ്ഞതാണ്. അപ്പോഴാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങളായത്. അത് വലിയ ഒരു കയ്യാങ്കളിയിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വിചിത്രമായ ന്യായമുണ്ട്. അതായത് ഇവരിൽ പലരെയും, ഈ കല്യാണ ലെറ്ററിൽ അയച്ചു തന്നിട്ടുള്ള പലരെയും വിളിക്കാനായിട്ട് ഞാൻ അതാണ് റെഫർ ചെയ്യാറുള്ളത്. അതായത് അതിനകത്ത് അവരുടെ ലാൻഡ് നമ്പറും 2 മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അടുത്തത് വിളിക്കാം. ഇത് എത്ര വ്യർത്ഥമായ ഒരു കാര്യമാണ്. അതായത് നമുക്കൊരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒരു ഡയറി എടുത്ത് ഈ പേരും അതിൻ്റെ ഫോൺ നമ്പറും എഴുതിയിട്ടിട്ട് നമുക്കിതൊക്കെ നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. നോക്കിയെടുക്കാൻ എളുപ്പവും ഉണ്ടാവും.
പക്ഷെ ഓരോരുത്തരുടെ രീതിയല്ലേ. ഒരുപാട് സമയമെടുത്തു അദ്ദേഹത്തിനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ. അതായത് ഇങ്ങനെ ഇത്രയും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ അത്തരം പൊടിപടലങ്ങൾക്കിടയിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായി നമ്മൾ എന്തുമാത്രം അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി. അവസാനം അത് ആ ഒരു വീഡിയോ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ റൂമിൻ്റെ. ഇത് വീട്ടിൽ പോയിട്ട് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വൈഫും മക്കളും അദ്ദേഹത്തിൻ്റെ റൂം വൃത്തിയാക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്വതവേ പിശുക്കനായ അദ്ദേഹം കർട്ടൻ എല്ലാം മാറ്റി പുതിയ കർട്ടൻ ഇട്ടു. അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള റാക്കുകൾ, ബുക്കുകൾ അധികമായപ്പോൾ അഡീഷണൽ റാക്കുകളൊക്കെ ഫിറ്റ് ചെയ്തു. പുതിയൊരു ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ വളരെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റും അതിൻ്റെ കൂടെ എനിക്ക് അയച്ചു തന്നു. വളരെ സന്തോഷം തോന്നി. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ അംഗങ്ങളെയും കൺവിൻസ് ചെയ്യിച്ചിട്ട് വേണം നമ്മളൊരു ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇനി നിങ്ങളെല്ലാവരും തന്നെ ഈ വീട് വൃത്തിയാക്കുന്നവരായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായി കൊന്മാരി മെത്തേഡ് പ്രകാരം ഒന്ന് വീട് വൃത്തിയാക്കി നോക്കൂ. ഫീൽ ദി ഡിഫറൻസ്. ബെസ്റ്റ് ഓഫ് ലക്ക്.